കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നിർത്തിവെച്ച ആലോചന പറഞ്ഞു തന്ന വഴി ഇതാകുന്നു, ഇതിലെ പോയിക്കൊള്ളുക എന്ന ഇമ്പസ്വരം നമ്മളെ കേൾപ്പിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. നേരോടെ നടക്കുന്നവരെ സഹായിക്കുന്ന ദൈവം, അവരെ താങ്ങുന്ന ദൈവം, അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. വചനം പറയുന്നു, സ്വന്തം വേഗത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചു കൊള്ളുക, അവിടുന്ന് നമ്മുടെ പാതയെ നേരെയാക്കും. നമ്മുടെ പാതയെ നേരെയാക്കുന്ന, ബുദ്ധി ഉപദേശിച്ചു തരുന്ന, ചൊവ്വയുള്ള പാതയിൽ നടത്തുന്ന, തികവുള്ള വഴിയിലൂടെ കൊണ്ടുപോകുന്ന ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ആത്മാവെ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ദൈവം ജീവിക്കുന്നു. നമ്മുടെ ദൈവം സർവശക്തൻ, സർവജ്ഞാനിയാണ്, ഉന്നതനാണ്, എല്ലാറ്റിനും മീതെ അധികാരമുള്ളവനാണ്, സകലത്തെയും കാൽ കീഴാക്കി ഭരിക്കുന്നവനാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ദൈവത്തിൽ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്ക്. ആ ദൈവത്തിന്റെ കരം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവയായ ദൈവം തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കും. തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. അനർത്ഥ ദിവസത്തിൽ അവിടുന്ന് തന്റെ കൂടാരത്തിൽ അവരെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും, പാറമേൽ ഉയർത്തും. എല്ലാവരും കാണെ ഉയർത്തുന്ന ദൈവത്തിന്റെ ഭുജം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. വളരെ സുപരിതമായ ഒരു വാക്യം വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു. 46-ാം സങ്കീർത്തനം 5-ാമത് വാക്യം, ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം ആദികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് തുണയൊന്നല്ല, ഏറ്റവും അടുത്ത തുണയാണ് എന്ന് പറഞ്ഞ ഗൗരവോത്തരന്മാർ ഈ സങ്കീർത്തനം പാടുകയാണ്. ഭൂമിക്ക് മാറ്റം വന്നാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിന്റെ മധ്യ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങട്ടെ, ഉറച്ചു നിൽക്കുമെന്ന് ചിന്തിക്കുന്നത് പലതും വീഴും, തിരകൾ പൊങ്ങും, പക്ഷേ ഭയപ്പെടില്ല. നമ്മുടെ കുറിവാക്യം, ദൈവം നമ്മുടെ മധ്യമുണ്ട്. സഹോദരങ്ങളെ, സെഫന്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, രക്ഷിക്കുന്ന വീരനായി ദൈവം അതിന്റെ മധ്യമുണ്ട്. ദൈവം മധ്യമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെ സംഭവിച്ചാലും ഇളകി വരട്ടെ, അടിച്ചുയരട്ടെ, ഉറപ്പായി പറ, ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട്. ദൈവം ഞങ്ങളുടെ കുടുംബത്തിന്റെ മധ്യമുണ്ട്. ആവർത്തന പുസ്തകം 23:14 നിങ്ങൾ പരിശോധിക്കൂ. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും
ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും നിന്റെ പാളയത്തിന് മധ്യേ നടക്കുന്നു. ഒന്ന്, ദൈവം മധ്യേ ഉണ്ട്. എന്തിന്? സെബന്യാവിന്റെ പുസ്തകം പറയുന്നു, രക്ഷിക്കുന്ന വീരനായി രക്ഷിക്കാൻ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ലജ്ജാഭാരം നേരിട്ടവരോട് പറയുന്നു, നിന്റെ ലജ്ജകളെ മാറ്റാൻ ദൈവം നിന്റെ മധ്യേ ഉണ്ട്. സ്തോത്രം. ചിതറിപ്പോയതിനെ ശേഖരിക്കാൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്റെ മധ്യേ ഉണ്ട്. ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും വെല്ലുവിളിക്കുന്ന, വാദിക്കുന്ന, സഹോദരങ്ങളെ തകർക്കുമെന്ന് ആക്രോശിക്കുന്ന ചിലതിനെ നിന്റെ കാൽ കീഴാക്കി ഏൽപ്പിച്ചു തരാൻ ദൈവം നിന്റെ പാളയത്തിന്റെ മധ്യ നടക്കുന്നു. ദൈവം നമ്മുടെ കൂടാരത്തിന്റെ മധ്യേ, ദൈവം നമ്മുടെ സഭയുടെ മധ്യേ, പ്രാർത്ഥിക്കുന്നവരെ നമ്മുടെ മധ്യേ രക്ഷിക്കാൻ, വിടുവിക്കാൻ, ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. പറ, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല, കുലുങ്ങത്തില്ല. സർവശക്തനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം, വിളിച്ചു വരുത്തുന്ന ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, ഒന്നുകൂടി പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ദൈവം, അനാദിയായും ശാശ്വതമായ ദൈവം, ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ച സൃഷ്ടിതാവായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ നമുക്ക് കുലുങ്ങിപ്പോകണോ? നിങ്ങളുടെ തലമുറയുടെ വിഷയം ഓർത്ത് ഭാരപ്പെടണോ? നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്ത് ഭയപ്പെടണോ? നിങ്ങളുടെ ശരീരത്തെ ഓർത്ത് നിരാശപ്പെടണമോ? വിളിച്ചു പറ, ദൈവം എന്റെ ശരീരത്തിന് മധ്യേ ഉണ്ട്. നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്ന സകല വിഷയത്തിന്റെ മധ്യേ ദൈവമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുലുങ്ങിപ്പോവില്ല. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. ദൈവം ആദികാലത്ത് തന്നെ അതിനെ സഹായിക്കും. പ്രഭാതത്തിന്റെ ആരംഭത്തിങ്കൽ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം വെല്ലുവിളിച്ചു നിൽക്കുന്ന ശക്തി ചെറുതല്ല സഹോദരങ്ങളെ. പിടിക്കാൻ, പിന്തുടരാൻ, കൊള്ള പങ്കിടാൻ, ആശ പൂർത്തീകരിക്കാൻ, വാളൂരാൻ, നിഗ്രഹിക്കാൻ നിൽക്കുന്നവർ, അവരുടെ ഒരു ആശ നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, ആദ്യകാലത്ത് തന്നെ ഞാൻ സഹായിക്കും. പുറപ്പാട് പുസ്തകം 14:24 ശ്രദ്ധിക്കൂ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചോട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിസ്തംഭത്തിൽ നിന്ന് നോക്കുകയാണ്. നമുക്കെതിരെ നിൽക്കുന്ന ശക്തികളെ താറുമാറാക്കാൻ ആദ്യകാലത്ത് തന്നെ ദൈവത്തിന്റെ ഇടപെടിയിൽ ഇപ്പോൾ വെളിപ്പെടുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, ഇന്ന് നിങ്ങളെ വെല്ലുവിളിച്ച് വാദിച്ച് കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തി, ഇന്ന് ഫേസ് ചെയ്യേണ്ട വിഷയത്തിന്മേൽ നിങ്ങളെ അകത്ത് പതറിച്ച് സംശയം കൊണ്ടുവന്ന് വേദനിപ്പിക്കുന്ന സബ്ജക്റ്റിനെ പ്രഭാതയാമത്തിൽ നോക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ വിഷയത്തെ ദൈവം നോക്കിയാൽ അത് ചിതറും, അത് ഉരുകും, താറുമാറാകും. വെളിപ്പെടുത്തുന്നു. ദൈവാത്മാവ് ശക്തമായി വെളിപ്പെടുത്തുന്ന ഒരു ആലോചനയാണ് ഞാൻ പറയുന്നത്. പ്രഭാതയാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രിയരെ, എങ്ങനെയൊക്കെ അത് ഫേസ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളെ എന്റെ ദൈവം നോക്കാൻ പോകുകയാണ്. കർത്താവ് നോക്കാൻ പോകുകയാ, ദൈവം നോക്കാൻ പോകുകയാ. പ്രഭാതയാമത്തിൽ അഗ്നിസ്തംഭത്തിൽ നിന്ന് നോക്കിയപ്പോ മിസ്രയീമ ശക്തികൾ, രഥങ്ങൾ, അതിന്റെ ഓട്ടം, അതിന്റെ പ്രയാണം പ്രയാസമായി തീർന്നു. മിസ്രയീമ്യർക്ക് ഭയം വന്നു. അവർ പറയുക, ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി. ദൈവം നോക്കിയാൽ, പ്രഭാതയാമത്തിൽ നിനക്ക് വേണ്ടി ദൈവം ശത്രുശക്തികളെ നോക്കിയാൽ, അവർക്ക് മനസ്സിലാകും, ജീവനുള്ള ദൈവം തന്റെ പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി എഴുന്നേറ്റ് വന്നു.
പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ടെന്ന് മറ്റുള്ളവർ കാണുക, ശത്രു കാണുക. ദൈവത്തിന്റെ ഇടപെടിയിൽ തെളിവായി വെളിപ്പെടാൻ പോകുക. ഭയപ്പെടരുത്, ധൈര്യത്തോടെ മൂവ് ചെയ്യുക. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ അയക്കുന്നിടത്ത് ധൈര്യത്തോടെ ചെല്ലുക. ചിലതിനെ ദൈവം താറുമാറാക്കുന്നു, ചിലതിനെ ഒരുക്കുന്നു, ചിലതിനെ നിശ്ചലമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കാൻ സ്തോത്രം. ദൈവം അതിന്റെ മധ്യമുണ്ട്. ദൈവം ഞങ്ങളുടെ കുടുംബത്തിന്റെ മധ്യമുണ്ട്. ദൈവം ഞങ്ങളുടെ ചർച്ചിന്റെ മധ്യമുണ്ട്. ദൈവം ഞങ്ങളുടെ തലമുറയുടെ മധ്യമുണ്ട്. ദൈവം ഞങ്ങളുടെ വാഹനത്തിന് മധ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ രക്ഷിക്കാൻ, ശത്രുക്കളെ കീഴടക്കാൻ, രക്ഷിക്കുന്ന വീരനായി ഞങ്ങളുടെ നിന്ദകളെ മാറ്റാൻ, ലജ്ജകളെ മാറ്റാൻ ദൈവം ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ബലം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഈ വചനങ്ങൾ അലവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ജോൺ.